കിച്ചൺ ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പുഡിംഗ് റെസിപ്പിയാണ്. ഒരുപാട് നാളായി ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ വന്നിട്ട്, അപ്പോൾ ഇന്നത്തെ പുഡിങ്ങിന് ഒരു വെറൈറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ വരാമെന്ന് വിചാരിച്ചു. ഈ ഒരു പുഡിങ് ഞാൻ സാധാ മിൽക്ക് പുഡിംഗ് ആണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. പക്ഷെ അത് സെറ്റ് ചെയ്ത രീതിയാണ് വ്യത്യസ്തമാക്കിയിട്ടുള്ളത്. ഞാൻ ബലൂണിലാണ് ഈ ഒരു പുഡിങ് സെറ്റ് ചെയ്യാൻ വെച്ചത്. അതുകൊണ്ട് തന്നെ അത് സെർവ് ചെയ്ത സമയത്തും കുറച്ചൊരു വ്യത്യസ്തമാണ്. പിന്നെ ഞാൻ ഈ റെസിപ്പി ഫേസ്ബുക്കിൽ ഒരു ജാപ്പനീസ് ഫുഡ് വീഡിയോയിൽ കണ്ടതാണ്. അപ്പോൾ അതിൽ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് കസ്റ്റർഡ് പുഡിംഗ് വെച്ചിട്ടാണ് ബലൂണിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഞാൻ അതിന് പകരം മിൽക്ക് പുഡിംഗ് തയ്യാറാക്കുന്നുള്ളൂ. പിന്നെ ഈ ബലൂൺ പുഡിംഗ് എത്രത്തോളം ഹെൽത്തി എന്നൊന്നും എനിക്കറിയില്ല. അപ്പോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അതായത് ഈ മിൽക്ക് പുഡിംഗ് നല്ല ടേസ്റ്റിയാണ്. ഒരു സിമ്പിൾ പുഡിംഗ് ആണ്. അത് സെർവ് ചെയ്യുന്ന രീതിയാണ് വ്യത്യസ്തം എന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ബലൂൺ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഇപ്പോ ഒരു സിൽക്കൺ മോൾഡിലും ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ എന്തെങ്കിലും മോൾഡിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. അപ്പോ ഈ പുഡിങ്ങിനെ പറ്റിയുള്ള ഫീഡ്ബാക്സ് ഒക്കെ നിങ്ങൾ ഇതിന് താഴെ കമന്റ് ബോക്സിൽ കൊടുക്കാം. ഇച്ചിരി വ്യത്യസ്തമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലത്തെ ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ നമുക്ക് പുഡിങ്ങിന്റെ റെസിപ്പിയിലേക്ക് പോവാം. അതിനു മുമ്പ് നമുക്കത് സെർവ് ചെയ്യുന്ന എങ്ങനെ നോക്കാം. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ നല്ല സെറ്റായിട്ടുള്ള നമ്മളുടെ ഈ ബലൂൺ പുഡിങ് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ആ ബലൂൺ പൊട്ടിച്ചിട്ട് വേണം നമുക്ക് ഈ പുഡിങ് കഴിക്കാൻ. പിന്നെ അതിൻ്റെ മുകളിലേക്ക് അല്പം കാരമൽ സോസ് കൂടി ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഈ ബലൂണിൻ്റെ ടേസ്റ്റ് ഒന്നും അതിൽ വരുന്നില്ല, അത് ഷുവറാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. ആ ബലൂണൊക്കെ പൊട്ടിച്ചിട്ട് അത് കഴിക്കുമ്പോൾ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ ബർത്ത്ഡേ പാർട്ടീസൊക്കെ ഉണ്ടാകുമ്പോൾ വെറൈറ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് ഈ പുഡിങ്ങിൻ്റെ മിക്സ്ചർ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് പാല് തിളപ്പിക്കാൻ വെക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചൈന ഗ്രാസ് മെൽട്ടാക്കാൻ വെക്കുന്നുണ്ട്. രണ്ടും കൂടി ആകുമ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ആവില്ല. വേറൊരു പാത്രത്തിൽ ചൈന ഗ്രാസ് ഞാൻ 3 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് മെൽട്ടാക്കി എടുക്കണം. വെള്ളത്തിൻ്റെ പരുവത്തിലാക്കി എടുക്കണം. പിന്നെ 1 കപ്പ് പാല് 250 ml ആണ്. അതിലേക്ക് 3 ഗ്രാമോളം ചൈന ഗ്രാസ് മതി. ചൈന ഗ്രാസ് എങ്ങനെയാണ് എടുക്കേണ്ടത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഇപ്പോൾ പാല് ഏകദേശം തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് മധുരത്തിനായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് മാത്രമേ ഒഴിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരത്തിനായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് മാത്രം ചേർക്കാം, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി, അതായത് പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർക്കാം. ഞാൻ 2 ടേബിൾ സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്കും 2 ടീസ്പൂണ് പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് മധുരത്തിനായിട്ട് 1 കപ്പ് പാലിലേക്ക് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ചൈന ഗ്രാസ് നമ്മൾ മെൽട്ടാക്കാൻ വെച്ചത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനും വിട്ടുപോകരുത്, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ചൈന ഗ്രാസ് നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ പാലിൻ്റെ മിക്സ്ചറിലേക്ക് ഈ ചൈന ഗ്രാസ് മെൽട്ടായത് ഒഴിച്ചു കൊടുക്കണം. ഞാൻ എപ്പോഴും പുഡിങ്ങിൻ്റെ മിക്സ്ചർ തയ്യാറാക്കുന്ന സമയത്ത് പറയുന്നത് പോലെ തന്നെ ചൈന ഗ്രാസ് ഈ മിക്സ്ചറിലേക്ക് ഒഴിക്കുന്ന സമയത്ത് അരിപ്പയിലൂടെ വേണം ഒഴിച്ചു കൊടുക്കാൻ. എന്നാലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പുഡിങ് റെഡിയാക്കാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ ഇത് ഒഴിക്കുന്ന സമയത്ത് ഇളക്കിക്കൊണ്ടേ ഇരിക്കും വേണം, അല്ലെങ്കിൽ ചൈന ഗ്രാസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കട്ട പിടിച്ച് പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് അരിപ്പയിലൂടെ ഒഴിക്കുന്ന സമയത്ത് തന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളുടെ പുഡിങ്ങിൻ്റെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഒരു മിനിറ്റ് ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ. എന്നിട്ട് നമുക്കതൊരു വേറൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ പുഡിങ്ങിൻ്റെ മിക്സ്ചർ ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഈ ഒരു പുഡിങ്ങിൻ്റെ മിക്സ്ചർ ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം മാത്രം നമ്മൾ ഇത് സെറ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അതിന് കാരണം ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതിനു മുമ്പ് നമ്മളിപ്പോൾ എന്തിലാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് കാണിക്കാം. ഞാനിപ്പോൾ ഇതുപോലെ വാട്ടർ ബലൂണിലാണ് ഈ ഒരു പുഡിങ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ബലൂൺ നമ്മൾ ആദ്യം നന്നായിട്ട് കഴുകണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് കഴുകുന്നത് ഞാൻ കാണിക്കാം. ഇതുപോലെ സ്ക്യൂസ് ബോട്ടിലിൽ നമ്മൾ വെള്ളം നിറച്ചിട്ട് വേണം ഇതിൻ്റെ അകത്ത് നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കാൻ. ഇതുപോലെ ഈ സ്ക്യൂസ് ബോട്ടിൽ വെള്ളം നിറച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് വീർത്ത് വരും. അപ്പോൾ അതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ഒരു 3-4 തവണ ഓരോ ബലൂണും കഴുകിയിട്ട് വേണം നമ്മളിതിലേക്ക് പുഡിങ്ങിൻ്റെ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാൻ.
പിന്നെ വാട്ടർ ബലൂണിൽ നമ്മൾ വെള്ളം നിറയ്ക്കാൻ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതുപോലെ ചെയ്തിട്ടും നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കഴുകിയെടുക്കാം. പിന്നെ എന്തായാലും ഈ ഒരു റെസിപ്പിക്ക് സ്ക്യൂസ് ബോട്ടിൽ നിർബന്ധമാണ്. പിന്നെ ഇതുപോലെ ബലൂണിൽ വെച്ചിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യേണ്ടതെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഈ സിലിക്കൺ മോൾഡിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ അല്പം മിക്സർ ഇതുപോലെ സിലിക്കൺ മോൾഡിലേക്കും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒട്ടും പേടിക്കേണ്ട, ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസമില്ല കേട്ടോ. നന്നായിട്ട് കഴുകിയെടുക്കുവാണെങ്കിൽ, ബലൂണ് കഴുകിയെടുക്കുവാണെങ്കിൽ ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസം വരില്ല. അപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സർ ഇപ്പോൾ ഏകദേശം ഒന്ന് ചൂടാറിയിട്ടുണ്ട്. വല്ലാണ്ട് ചൂടാറാൻ വെക്കരുത്, അപ്പോൾ സെറ്റായി പോകും കേട്ടോ. എന്നിട്ട് ഈ സ്ക്യൂസ് ബോട്ടിലിൽ പുഡിങ്ങിൻ്റെ മിക്സർ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വീണ്ടും പറയാണ്, ഒരുപാട് ചൂടോട് കൂടിയിട്ട് ഈ സ്ക്യൂസ് ബോട്ടിൽ ഒഴിക്കരുത്, അത് കേടാണ്. അതുപോലെ ബലൂണിലും നമ്മൾ ഫില്ല് ചെയ്യരുത് ചൂടോട് കൂടിയിട്ട്. ഇനി നമ്മൾ വാട്ടർ ബലൂണിൽ വെള്ളം നിറയ്ക്കുന്ന പോലെ തന്നെ ഇതുപോലെ സ്ക്യൂസ് ബോട്ടിൽ വെച്ചിട്ട് ഈ പുഡിങ്ങിൻ്റെ മിക്സ്ചർ ഈ ബലൂണിൻ്റെ അകത്തേക്ക് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് ആക്കി കൊടുക്കുക. ഈ പുഡിങ്ങിൻ്റെ മിക്സ്ചർ നമ്മളിപ്പോൾ ഈ ബലൂണിലേക്ക് ഒരുപാടൊന്നും ഒഴിച്ച് അത് വലിയ ബലൂണാക്കി എടുക്കൊന്നും വേണ്ട. ഒരു മീഡിയം സൈസുള്ള ചെറിയ ചെറിയ ബലൂൺസാണ് ഏറ്റവും നല്ലത്. പുഡിങ് സെറ്റ് ആവാനും അതുപോലെ തന്നെ നമ്മൾക്ക് ഹാൻഡിൽ ചെയ്യാനും ഒക്കെ നല്ലത് ഇതുപോലെ ചെറിയ ബലൂൺസാണ്. അതുപോലെ അതൊന്ന് കെട്ടി കൊടുക്കാനുണ്ട്. നമ്മൾ വല്ലാണ്ട് ടൈറ്റായിട്ട് കെട്ടണ്ട, അതായത് ഒരു ഗ്യാപ്പ് കൊടുക്കണം. ബലൂൺ പുഡിങ്ങിൻ്റെയും അതുപോലെ ബലൂണിൻ്റെ ഒരു ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം കെട്ടി വെക്കാൻ. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി എല്ലാ ബലൂണിലും ഇതുപോലെ ഫില്ല് ചെയ്യുക. പിന്നെ നമ്മളുടെ പുഡിംഗ് മിക്സ്ചർ പെട്ടെന്ന് സെറ്റായി പോവും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യുക. നമ്മൾ ഈ പുഡിങ്ങിൻ്റെ മിക്സ്ചർ റെഡിയാക്കുന്ന സമയത്ത് തന്നെ ബലൂണൊക്കെ നന്നായിട്ട് കഴുകി വെക്കാനും പ്രത്യേകം മറക്കരുത്. പുഡിംഗ് മിക്സ്ചർ തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ബലൂണൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. കാരണം ബലൂണ് നമ്മൾ ഈ പുഡിംഗ് മിക്സ്ചർ റെഡിയാക്കിയ ശേഷം ബലൂണ് കഴുകാൻ നിൽക്കുവാണെങ്കിൽ ടൈം വേസ്റ്റ് ആവും, പിന്നെ പുഡിംഗ് അവിടെ സെറ്റായി പോവും. അപ്പോൾ അതുകൊണ്ട് പുഡിംഗ് മിക്സ്ചർ റെഡിയാക്കുന്നതിന് മുമ്പ് തന്നെ ബലൂണ് നമ്മൾ കഴുകിയെടുക്കുക. ഇപ്പോൾ ബലൂണ് ഞാൻ 4 ബലൂണിലാണ് നമ്മളുടെ പുഡിങ് സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ ഞാൻ ഒരു സിലിക്കൺ മോൾഡിലും സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കപ്പ് കൊണ്ട് അത്രയും കിട്ടിയിട്ടുള്ളൂ. ഇനി ഇത് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ താഴെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഫ്രീസറിലല്ല കേട്ടോ, ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ബലൂൺ പുഡിങ് ഇപ്പോൾ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. കുട്ടികളൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നമ്മൾ സിലിക്കൺ മോൾഡിൽ ഒഴിച്ച പുഡിങ്ങും നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് അല്പം കാരമൽ സോസ് വേണം. പക്ഷേ ഇത് കൂട്ടി കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് കേട്ടോ. ഈ മിൽക്ക് പുഡിങ് കാരമൽ സോസ് കൂട്ടി കഴിക്കുമ്പോഴാണ് ടേസ്റ്റ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ പ്ലം കേക്കിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് അതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണാം. അല്ലെങ്കിൽ പഞ്ചസാര ഒന്ന് മെൽട്ടാക്കിയിട്ട് അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ കാരമൽ സോസ് ആവും. ഇനി നമുക്ക് ഇതെങ്ങനെ സെർവ് ചെയ്യുന്നത് നോക്കാം. ഇനി നമുക്ക് ഈ ബലൂൺ ഒന്ന് പൊട്ടിച്ചെടുക്കാം. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആവും. ഇങ്ങനെ ബലൂണൊക്കെ പൊട്ടിച്ചിട്ട് പുഡിങ് കഴിക്കുമ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആവും. എന്നിട്ട് ബലൂണ് അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്കതിൻ്റെ മുകളിലേക്ക് അല്പം കാരമൽ സോസ് ഒഴിച്ചിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. കാണാൻ നല്ലൊരു ഗ്ലേസിംഗ് ഒക്കെ ഉള്ള ഒരു പുഡിംഗ് ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഈ കാരമൽ സോസ് ഒഴിക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് വരുന്നത് കേട്ടോ. പുഡിങ് ഈ ഒരു പുഡിങ് മിൽക്ക് പുഡിങ് മാത്രം നമ്മൾ കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഇല്ല. ഈ കാരമൽ കൂട്ടി കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റാണ്. നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിംഗ് ആണ് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു വെറൈറ്റിയാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. ബർത്ത്ഡേ ഒക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ പുഡിംഗ് ഉണ്ടാക്കി കൊടുത്താൽ മതി, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ബലൂൺ പുഡിംഗ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എനിക്ക് ഇതിന് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഈ ചാനൽ ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. വാട്സപ്പിലൂടെയൊക്കെ നന്നായിട്ടൊന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ. താങ്ക്